എല്ലാവർക്കും മാപ്സ് മീൻസിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ജർമ്മനിയിൽ വരാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് കമന്റ് വഴിയൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എങ്ങനെ ജർമ്മനിയിൽ എളുപ്പത്തിൽ വരാൻ പറ്റും, ഞങ്ങൾക്ക് ഏത് ടൈപ്പ് വിസ എടുക്കാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ അതിന്റെ ഒരു മറുപടി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്ന 3 കോമൺ വിസ കാറ്റഗറിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകാം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് EU ബ്ലൂ കാർഡ് വിസയെ പറ്റിയിട്ടാണ്. ഇപ്പം നിങ്ങളൊരു ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എഞ്ചിനീയറോ സയന്റിസ്റ്റോ അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, ഇപ്പം ഇങ്ങനൊരു പ്രൊഫഷൻ ആണെങ്കിൽ, ഇപ്പം കൂടുതലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ IT പ്രൊഫഷണൽസ് ഒക്കെ ഒരുപാട് നമ്മൾ എബ്രോഡിലോട്ട് പോകാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു EU ബ്ലൂ കാർഡ് വിസ എന്ന് പറയുന്നത്. ഈ ഒരു EU ബ്ലൂ കാർഡിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളൊരു ബാച്ചിലറോ അല്ലെങ്കിൽ ഒരു മാസ്റ്ററോ കഴിഞ്ഞ ഒരാളായിരിക്കണം. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ജോബ് സാലറി എന്ന് പറയുന്നത്, അതായത് ആനുവൽ ഇൻകം എന്ന് പറയുന്നത് അറൌണ്ട് 42,000 യൂറോയ്ക്ക് മുകളിലായിരിക്കണം. ഇപ്പൊ എങ്ങനെയാണ് ഒരു ജോലി നമുക്ക് കണ്ടുപിടിക്കുന്നത് നോക്കാം. നിങ്ങളൊരു IT പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ജോലി കണ്ടുപിടിക്കാൻ. നമ്മുടെ പോപ്പുലർ ജോബ് പോസ്റ്റിംഗ് വെബ്സൈറ്റുകളായ ലിങ്ക്ഡിൻ, ഇൻഡീഡ്, സ്റ്റെപ്സ് ജോബ്, പിന്നെ ഗ്ലാസ് ഡോർ. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബാണ് നിങ്ങൾ പർട്ടിക്കുലർലി നോക്കുന്നതെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് സൈറ്റുകളുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി നിങ്ങളെ ഒരു ജർമ്മൻ കമ്പനി സെലക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ഒക്കെ കാണും. അപ്പോൾ അതിന് കഴിഞ്ഞ് നിങ്ങൾ സെലക്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ കമ്പനി തരും. അപ്പോൾ നിങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടുവാണെങ്കിൽ ആ ഒരു ജോബ് ഓഫർ, പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്, പിന്നെ ജർമ്മനിയിൽ നിങ്ങളൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കണം അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് ജർമ്മൻ എംബസിയിൽ വിസയ്ക്ക്, വർക്ക് വിസയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളൊരു ജോബൊക്കെ ലഭിച്ചു നിങ്ങൾ ജർമ്മനിയിൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് 6 മന്ത് നിങ്ങൾക്കൊരു പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊബേഷൻ പീരീഡിൽ നിങ്ങളൊരു ഗുഡ് ഫിറ്റ് അല്ലെന്ന് കമ്പനിക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ലോസ് വരെ സംഭവിക്കാം. ഞാൻ ഈ വർക്ക് വിസയെ പറ്റി പറഞ്ഞപ്പോൾ നേഴ്സസിന്റെ വർക്ക് വിസയെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല. അതിന് കാരണം നേഴ്സസിന് സെപ്പറേറ്റ് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോ നമ്മുടെ രണ്ടാമത്തെ മോസ്റ്റ് കോമൺ വിസ കാറ്റഗറിയാണ് സ്റ്റുഡന്റ് വിസ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വരാറുണ്ട്. എന്തിനാണെന്നറിയുമോ? ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ജർമ്മനിയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കൂടുതലും പബ്ലിക് യൂണിവേഴ്സിറ്റി, അതായത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ആണ് കൂടുതൽ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വളരെ കുറവാണ്. പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഒന്നും കൊടുക്കണ്ട, യൂണിവേഴ്സിറ്റി ഫീസ് ഒന്നും കൊടുക്കണ്ട. പിന്നെ നിങ്ങൾക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത്, അതായത് കോസ്റ്റ് ഓഫ് ലിവിങ്, അതായത് നിങ്ങളുടെ അക്കോമഡേഷൻ, ഫുഡ്, അതിനൊക്കെ വരുന്ന ചിലവെന്ന് പറയുന്നത് മൊത്തം എറൗണ്ട് 15 to 20 lakhs ആണ് നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് വരുന്നത് ഇവിടെ. പക്ഷേ നിങ്ങൾ ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ പറ്റി വറീഡ് ആവണ്ട. കാരണം ജർമ്മനിയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന എല്ലാവർക്കും ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പം സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് 120 ഡേയ്സ്, ഒരു ഇയറിൽ 120 ഡേയ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പെർ അവറിൽ നിങ്ങളുടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 10 to 12 യൂറോയാണ്. അത് നിങ്ങൾ പഠിക്കുന്ന സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടുത്തെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പിന്നെ നിങ്ങൾ ബാച്ചിലേഴ്സിനൊക്കെ നിങ്ങൾ ചെയ്ത സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടെ കുറച്ചെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ എങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അല്പം കൂടുതലായിരിക്കും. അതായത് ഏകദേശം 30 to 40 lakhs നിങ്ങൾ ചെലവെടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെ നിങ്ങൾക്കൊരു ഡിഗ്രി പ്രോഗ്രാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു ജർമ്മൻ ഗവൺമെന്റ് വെബ്സൈറ്റ് ആയ uni-assist.de എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം 180 പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ 2000ഓളം കോഴ്സുകളുണ്ട്. അപ്പം ഈ ഒരു uni-assist എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം വെരിഫൈ ചെയ്യും. അതുപോലെ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ ഇല്ലയോ എന്നൊക്കെ നോക്കും. അപ്പം നിങ്ങളൊരു 75 യൂറോ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് uni-assistനകത്ത് ഒരു എന്താ പറയുന്നത്, നിങ്ങൾക്കൊരു അക്കൗണ്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് അതിൽ കയറുമ്പോൾ തന്നെ ഈ ഒരു 180 പബ്ലിക് യൂണിവേഴ്സിറ്റീസിനെയും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും കോഴ്സുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് കയറി അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ uni-assist നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കും. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റി നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങൾക്കൊരു അഡ്മിഷൻ ഓഫറും തരുന്നതായിരിക്കും. ഇനി ഇപ്പോൾ സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മാൻഡറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് APS സർട്ടിഫിക്കറ്റ്. അപ്പം APS സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് APS ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോവുക, അപ്ലൈ ചെയ്യുക. നിങ്ങളൊരു 18,000 ഇന്ത്യൻ രൂപ കൂടി അടയ്ക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് APS സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ഇപ്പം എന്തിനാണ് ഈ APS സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ ചെയ്ത ഒരു ഡിഗ്രി അല്ലെങ്കിൽ UGയോ PGയോ അത് വാലിഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു APS സർട്ടിഫിക്കറ്റ്.
അപ്പം ഈ ഒരു APS സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് VFS വഴി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് 2023 മുതൽ ജർമ്മൻ ഗവൺമെന്റ് കമ്പൽസറി ആക്കിയ ഒരു സാധനമാണ്. ഈ ഒരു സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ബാംഗ്ലൂർ ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കോൺസുലേറ്റിൽ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ VFSൽ സബ്മിറ്റ് ചെയ്യുക, വിസ കിട്ടുക. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനിയിപ്പോൾ നിങ്ങൾ വിസ എല്ലാം കിട്ടി, നിങ്ങൾ ജർമ്മനിയിൽ വന്നെന്നിരിക്കട്ടെ, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു, നിങ്ങളൊരു 1-2 സെമസ്റ്റർ ഒക്കെ കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം എളുപ്പമുള്ള കാര്യം തന്നെയാണ്. ഏകദേശം 60-70% കുട്ടികൾക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇന്റേൺഷിപ്പ് കിട്ടി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ പിന്നെ ഫുൾ ടൈം ജോലി കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് ആ സെയിം കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വിസ കാറ്റഗറി എന്ന് പറയുന്നത് ഫാമിലി റീയൂണിയൻ വിസയാണ്. ഏറ്റവും എളുപ്പത്തിൽ ജർമ്മനിയിൽ വരാൻ പറ്റുന്ന ഒരു വിസയാണിത്. നിങ്ങളുടെ സ്പൗസ് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി റീയൂണിയൻ വിസയിൽ വരാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെ കൊണ്ടുവരാം, നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുവരാം. അപ്പം അതിന് വേണ്ടത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൗസിനോട് ഒരു ഫുൾ ടൈം ജോബ് വേണം, അതുപോലെ തന്നെ അക്കോമഡേഷൻ വേണം, അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് വേണം. ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് FR വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് ജർമ്മനിയിലേക്ക് വരാനുള്ള 3 കോമൺ വിസ കാറ്റഗറിയെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ ആണ് ഞങ്ങൾ തന്നത്. അപ്പോൾ ഈ ഓരോ വിസ കാറ്റഗറിയുടെയും ഇൻഡിവിജ്വൽ വളരെ ഡീപ്പായിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ജർമ്മനിയെക്കുറിച്ചും യൂറോപ്പിനെ കുറിച്ചുമുള്ള കൂടുതൽ വീഡിയോ കാണാനായി ഞങ്ങളുടെ മാപ്സ് ആൻഡ് മീൽസ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.